നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മല്യ മെരുങ്ങുന്നു. സാമ്പത്തിക തട്ടിപ്പിൽ രാജ്യം വിട്ട വിജയ് മല്യ പുതിയ ഉപാധികളുമായി സുപ്രീം കോടതിയിൽ. സെപ്റ്റംബർ 31-നകം വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കും. ഇത് സംബന്ധിച്ച് ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണെന്ന് മല്യയുടെ അഭിഭാഷകൻ. കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ നിലപാട് അറിയിക്കാൻ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് ഒരാഴ്ചത്തെ സമയം. കേസ് വീണ്ടും പരിഗണിക്കുന്നത് അടുത്ത മാസം 7-ന്. വിവിധ ബാങ്കുകളിൽ നിന്നായി വിജയ് മല്യ വായ്പയെടുത്തത് 9,000 കോടി രൂപ. അടൂരിനെതിരെ അന്വേഷണം. സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ വിവാദ ഭൂമിദാന ഉത്തരവിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരെ വിജിലൻസ് അന്വേഷണം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വാസ് മേത്തയും സന്തോഷ് മാധവനുമടക്കം 5 പേർക്കെതിരെ. മുഖ്യമന്ത്രിയെ കേസിൽ ഉൾപ്പെടുത്തണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി തള്ളി. അന്വേഷണ ചുമതല SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്. 15 ദിവസത്തിനകം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും നിർദ്ദേശം. IT പാർക്കിന്റെ പേരിൽ വ്യാജസ്വാമി ഇടനിലക്കാരനായ കമ്പനിക്ക് എറണാകുളം, തൃശൂർ ജില്ലകളിൽ അനുമതി നൽകിയത് 127 ഏക്കർ മിച്ചഭൂമി നികത്താൻ. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച. നിർണയത്തിലെ നീതികേട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ 2 തട്ടിലായ സുധീരനും AI ഗ്രൂപ്പുകളും തമ്മിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വാക്പോര്. ആരോപണ വിധേയരെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച VM സുധീരൻ. ഇക്കാര്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയെ അറിയിക്കുമെന്നും KPCC അധ്യക്ഷൻ. തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ അസാധാരണമായി ഒന്നുമില്ല. സിറ്റിംഗ് MLAമാരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചർച്ച തുടരും. ഇപ്പോഴുള്ളത് സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളെന്നും സുധീരൻ. മത്സര രംഗത്ത് നിന്ന് മുതിർന്ന നേതാക്കളെ മാറ്റാനുള്ള ശ്രമം ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടെന്ന് A ഗ്രൂപ്പ്. മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ അനുവദിക്കില്ല. ഇത്തരം നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും A ഗ്രൂപ്പ്. അതൃപ്തി കേന്ദ്ര നേതാക്കളെ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് തുടക്കം ഇരിക്കൂർ, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, കോന്നി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന സുധീരന്റെ പിടിവാശിയെ തുടർന്ന് തർക്ക മണ്ഡലങ്ങളിൽ ഇനി അന്തിമ തീരുമാനം വെള്ളിയാഴ്ച ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ. അന്വേഷണത്തിൽ അതൃപ്തി. കലാഭവൻ മണിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഫലപ്രദമല്ലെന്ന് കോടിയേരി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചത് പൂർണ്ണ പരാജയം. അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും മണിയുടെ വീട് സന്ദർശിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി. കാക്കനാട്ടെ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ അവിശ്വാസം അറിയിച്ച അന്വേഷണ സംഘം മണിയുടെ രക്തസാമ്പിളുകൾ ഹൈദരാബാദിലെ ലാബിലേക്ക് കൈമാറി. തീരുമാനം അമൃത ആശുപത്രിയിലെ റിപ്പോർട്ടും കാക്കനാട്ടെ പരിശോധനാ ഫലവും തമ്മിലുള്ള വൈരുദ്ധ്യം കണക്കിലെടുത്ത്. പ്രതിഷേധമറിയിച്ച് പവാർ. ഉത്തരാഖണ്ഡിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവിനെ ന്യായീകരിച്ച ശരത് പവാർ. നിയമസഭയിൽ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരമൊരുക്കിയ വിധി ഫെഡറലിസത്തിന്റെ വിജയം. രാഷ്ട്രീയ പ്രേരിതമായി സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നത് ഇതാദ്യമല്ല. NCP ദേശീയ അധ്യക്ഷന്റെ പ്രസ്താവന തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ ആശുപത്രിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ. കേരളത്തിലെ 4 സീറ്റുകളിൽ ജയിക്കാനായാൽ ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്നും ശരത് പവാർ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.